ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. മോഹൻലാൽ എന്ന വ്യക്തി ഒരു നാഴികക്കല്ല് തന്നെയാണ്. കാരണം ഒരു സിനിമാ മേഖല താങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ താങ്ങപ്പെടുന്ന ഒരു ചുമര് അല്ലെങ്കിൽ ഒരു തോള് എന്ന് വേണമെങ്കിലും ലാലേട്ടനെ വിശേഷിപ്പിക്കാം. ലാലേട്ടനെ ഒരു സിനിമയിൽ ഒരു ക്യാമിയോ റോളിൽ ഒരു അവസാനത്തെ ഒരു കുറച്ച് സീക്വൻസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ആ സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിയാണ്, പ്രൊമോഷനാണ്. കാരണം ലാലേട്ടനെ പോലെ ഒരാൾ അത്രയും ഫാൻ ബേസ് ഉള്ള, ക്രൗഡ് ഫുള്ളറുള്ള, ബോക്സ് ഓഫീസ് കളക്ഷനും കാര്യങ്ങളും ഉള്ള ഒരു നടനെ, അത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു നടൻ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുന്നു. ആ സിനിമയുടെ പ്രൊമോഷൻ താനേ മറിയുന്നതാണ്. അതിന് രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നിവിൻ പോളി നായകനായ കായംകുളം കൊച്ചുണ്ണിയിൽ ലാലേട്ടൻ ചെയ്ത ഒരു ഇത്തിക്കര പക്കി എന്നൊരു ക്യാരക്ടർ. ആ സിനിമയിൽ ഇത്തിക്കര പക്കി എന്ന ക്യാരക്ടർ ലാലേട്ടൻ ചെയ്യുമ്പോൾ ആ സിനിമയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ്, ആ റോളിന് കൊടുക്കുന്ന ആ ഒരു ഡെവലപ്മെന്റ് ആ സിനിമയെ ഉയർത്തുന്നു എന്നാണ് സത്യം. ആ സിനിമയോട് യോജിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആ സിനിമയിൽ ലാലേട്ടൻ എത്ര കിടിലനായിട്ടാണ് ആ വേഷം പ്രസന്റ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത് ഡയറക്ടർ ഒരു നടൻ എങ്ങനെ ആ ഒരു വേഷം കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും സിനിമയുടെ മുമ്പും പിമ്പും നോക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ എലിവേറ്റ് ചെയ്തു, ലാലേട്ടൻ ആ ഒരു കുറച്ച് സീന് കൊണ്ടുവന്നതിന് ആ സിനിമ അത്രയ്ക്കും നല്ല ഹൈപ്പിലാക്കി. അത് നിവിൻ പോളിക്ക് നല്ല രീതിയിൽ തന്നെ ആ സിനിമയിലും ഗുണം ചെയ്തു. ആ കായംകുളം കൊച്ചുണ്ണിക്ക് അത്രയും ഹൈപ്പ് വരാൻ കാരണം തന്നെ ഇത്തിക്കര പക്കി എന്നൊരു നായകൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ലാലേട്ടൻ്റെ ഒരു ക്യാമിയോ സിനിമയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ജയിലറിലേക്ക് വരുമ്പോൾ, നെൽസൺ ചെയ്ത ജയിലറിലേക്ക്, രജനി ചിത്രത്തിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ്റെ റോള് പലരും പ്രതീക്ഷിക്കാതെ വന്നതാണ്. പലരും വിചാരിച്ചു ഇത്രയ്ക്കൊന്നും വരില്ല എന്നുള്ളതെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് അറിയോ, തമിഴ് സിനിമയിലേക്കല്ലേ കൊണ്ടുപോയി, ചിലപ്പോൾ അത്രയ്ക്കുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും അവർ കൊടുക്കാൻ സാധ്യതയില്ലെന്ന്. ബട്ട് ആ ഒരു സീന് വന്നപ്പോഴാണ്, ആ ലാലേട്ടൻ്റെ ക്യാമിയോ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായപ്പോഴാണ് ജയിലറിൽ തന്നെ ഇവിടെ 50 കോടി അടിച്ചത്. ലാലേട്ടൻ എന്നൊരു ഫാക്ടർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജയിലർ 50 കോടി അടിക്കില്ല. അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു 50 കോടി ആ ഒരു മലയാള ഇൻഡസ്ട്രിയിലും കേരളത്തിൽ ജയിലർ അടിച്ചതിന് മെയിൻ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലാലേട്ടൻ തന്നെയാണ്. അപ്പോൾ നെൽസൺ ലാലേട്ടനെ ആ ഒരു ബിഗ് സ്റ്റാറിനെ കാണിച്ച രീതി എന്ന് പറയുന്നത് പ്രശംസനീയമാണ്. കാരണം വേറെ പറയാനൊന്നുമില്ല. അതുമാതിരിയാണ് മാത്യു എന്ന ക്യാരക്ടർ ലാലേട്ടൻ അഴിഞ്ഞാടാൻ വിട്ടിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് പാട്രിയോട്ട് എന്ന സിനിമയിലേക്ക് മഹേഷ് നാരായണന് ഇങ്ങനെ ഒരു അമളി പറ്റിയത്? 16, 17, 18 വർഷങ്ങൾക്ക് ഇപ്പുറം ലാലേട്ടനെയും മമ്മൂക്കയും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കിട്ടുന്നു. അപ്പം എല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഒരു മാസ് എലമെന്റ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കോണ്ടന്റ് ഓറിയന്റഡും സ്റ്റാർ ഡ്രിവനുമായിട്ടുള്ള സിനിമ എടുക്കുമെന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് സിനിമ കാണുമ്പോൾ അത്യാവശ്യം ഓക്കെയാണെന്ന് വരെ നല്ല രീതിക്ക് സിനിമ പോയിക്കൊണ്ട്, സെക്കൻഡ് ഹാഫിൽ എന്താണ് പടച്ചു വിട്ടേക്കുന്നത്? രണ്ടുപേരെയും വയ്യാതാക്കിയിട്ടുണ്ട്. ഡോക്യുമെന്ററി പടമാണ് എടുക്കുന്നത്. ഇത്രയും ആൾക്കാർ, ഇത്രയും ബഡ്ജറ്റിൽ വന്ന ഒരു സിനിമയെ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു രീതിയിലും എലവേറ്റ് ചെയ്യാതെ ഇങ്ങനെ കളഞ്ഞതെന്ന് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. കാരണം ലാലേട്ടനെ കാണിക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതന്നെ ലാലേട്ടനെയും മമ്മൂക്കയും ക്ലൈമാക്സിൽ വെച്ചൊരു ഫൈറ്റ് സീക്വൻസ്, ക്ലൈമാക്സിൽ ഒരു അമ്മാതിരി സീനും കാര്യങ്ങളൊക്കെ വെച്ച് എലവേറ്റ് ചെയ്ത് രണ്ടുപേരെയും നിർത്തി ആ സിനിമ തീർക്കുന്നു. അത് തന്നെ ആ സിനിമയുടെ പെർഫെക്റ്റ് എൻഡിങ്ങും കൂടെ ആയിരുന്നെങ്കിൽ. ഇതൊന്നുമല്ല. ലാലേട്ടനെ കൊണ്ടുവന്ന ആ ഇൻട്രോയും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ വന്ന് കാറിൽ മമ്മൂക്കയെ അവിടെ കിടത്തി കൊണ്ടുവരുന്നു, ഇവിടെ ലാലേട്ടനെ ഇവിടെ ഇരുത്തി കൊണ്ടുവരുന്നു. രണ്ടുപേരെ ഉറക്കി വയ്യാത്തോലാക്കിയിട്ടുണ്ട്. അവരുടെ സംസാരങ്ങളിലായാലും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലായാലും അതിനുശേഷമുള്ള സീനൊക്കെ അവർ വയ്യാതെ നിർഗുണനാക്കി വെച്ചിട്ടുണ്ട് മഹേഷ് നാരായണൻ. എന്താണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവില്ല. എന്തിനാണ് ഇത്രയും ബഡ്ജറ്റ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവില്ല. ഒരു സ്ഥലത്ത് പോയിട്ട് ഈ യൂട്യൂബേഴ്സ് മീറ്റിൽ പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം റിവീൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് ഈ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ച് ചുമ്മാ പണം പൊട്ടിച്ചളഞ്ഞു. അതിൻ്റെ ആവശ്യമേ ഇല്ല ആ സീൻ. അവിടെ ഒരാവശ്യമില്ലാത്ത കുറേ സീൻസുകളൊക്കെ കുത്തി അങ്ങ് എക്സ്പോസ്ഡ് ആക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് മഹേഷ് നാരായണൻ. ഇതിൽ തന്നെ ലാലേട്ടൻ്റെ ക്യാമിയോ എന്തിനാണ്? ഇത്രയും വലിയൊരു സ്റ്റാറിനെ കൊണ്ടുവന്നിട്ട് ഇത്രയും പന്ന റോള്, അതിൽ വേറെ പറയാനുള്ള പന്ന റോള്. ഇങ്ങനെ ഒരു സ്റ്റാർ നിങ്ങളുടെ ഇത് ഇന്ത്യയിൽ തന്നെ വേറൊരു ബിഗ് സ്റ്റാറും ചെയ്യില്ല ഈ ഒരു റോള് ചെയ്യാൻ ലാലേട്ടൻ വരുമ്പോൾ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്ത് അദ്ദേഹത്തിന് ആരാധകർക്കായിട്ടുള്ളയും സിനിമയ്ക്കും വേണ്ടിയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ചേർക്കണമായിരുന്നു. ഇതെന്താണ് കോണ്ടന്റ് എന്ന് പറയും? ഒരു കോണ്ടന്റ് ഓറിയന്റഡ് സിനിമ എന്ന് പറയുമ്പോൾ അത് കോണ്ടന്റ് മാത്രമല്ല, പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ അതൊരു എന്റർടൈൻമെന്റ് വേണം. പ്രേക്ഷകർക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നും. ഈ ചുമ്മാ കോണ്ടന്റ് ആയിട്ട് പിന്നെ വല്ല ഡോക്യുമെന്ററിയോ വല്ല ഷോർട്ട് ഫിലിമോ ചെയ്ത് പോയാൽ പോരായിരുന്ന ചുമ്മാ
ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് മഹേഷ് നാരായണൻ. സത്യം പറയാമല്ലോ, പുള്ളി എന്തിനാണ് ഈ മാലിക്കും ടേക്ക് ഓഫ് ഒക്കെ വെച്ചാണ് പുള്ളിയെ വിലയിരുത്തുന്നത്. അതൊക്കെ ഇപ്പൊ ഈ ഒരു വലിയ സ്റ്റാർസിന്റെ വരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് പുള്ളിക്ക് അത് ക്യാരി ഓഫ് ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് ഇങ്ങനെ ഡോക്യുമെന്ററി ടൈപ്പിൽ ഇങ്ങനെ ഉറങ്ങി പോകാനേ പറ്റുന്നുള്ളൂ. ഒരു മൊമെന്റ്സോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്യാനോ അത് ഫോം ചെയ്യാനോ പുള്ളിക്ക് അറിയില്ല. അതിനാണ് സിനിമയിൽ കണ്ടത്. അപ്പോൾ ഈ സിനിമയിലും കൂടെ തന്നെ ലാലേട്ടനെ കൊണ്ടുവന്നത് തന്നെ ഒരു എൽ ഫാക്ടർ, സിനിമയുടെ പ്രൊമോഷൻ തന്നെയാണ്. അതായത് സിനിമയിൽ എങ്ങനെയെങ്കിലും ലാലേട്ടനെ കൊണ്ടുവന്ന് കുറച്ച് ആൾക്കാരെ അറിയിപ്പിക്കുക, കുറച്ച് അത് പച്ചയായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ വേറൊരു ക്യാരക്ടർ വേറൊരാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാന്നുള്ള ഒരു ക്യാരക്ടറേ ഉള്ളൂ. ഇത് ലാലേട്ടനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന റോളാണ്. വേറെ എത്ര ആൾക്കാർ ഇത് വേണമെങ്കിൽ വിജയരാഘവനും ചെയ്യാൻ വേണമെങ്കിൽ, അങ്ങനെ എത്ര ഓൾഡ് ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർസിനെയും കൊണ്ട് ആ ഒരു മൾട്ടി സ്റ്റാർ പടം, ഒരു വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന പടം, ഒരു ബഡ്ജറ്റ് തിരിച്ചു കിട്ടുന്ന പടം എന്നൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും ലാലേട്ടനോട് ചെയ്ത ഒരു തീർച്ചയായിട്ടും ഉള്ളൊരു എന്താ പറയുക, ഒരു ചതി എന്നേ പറയാൻ പറ്റും. കാരണം ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവന്നിട്ട് ഇമ്മാരി പന്ന റോളും കൊടുത്തിട്ട്, ബട്ട് അതൊക്കെ അക്സെപ്റ്റ് ലാലേട്ടൻ ചെയ്തതിന് ഒരു വലിയ മനസ്സ് തന്നെ കൊടുക്കണം. കാരണം മമ്മൂക്കയോടുള്ള സ്നേഹം, റെസ്പെക്ട്, കണക്ഷൻ, ഫീലിംഗ്, ബോണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇത്. കാരണം മഹേഷ് നാരായണൻ ചെയ്ത പണി എന്ന് പറയുന്നത് അമ്മാതിരി ഒരു അലമ്പ് പണി തന്നെ ഉള്ളത് പറയാല്ല.